ലോകത്തുള്ള സ്ത്രീകളിൽ എല്ലാ കഥാപാത്രങ്ങളെയും എടുത്തു നോക്കുമ്പോൾ തികച്ചും വ്യത്യസ്തമായ ഒരു മനോഭാവത്തിന് ഉടമയായി പരിശുദ്ധ കന്യകമറിയം മാറുന്നത് ഇവിടെയാണ്. അവൾ ചെയ്തത് എന്താണ്? 17-ാമത്തെ തിരുവചനത്തിൽ കാണിച്ചു തരുന്നത്, എല്ലാം അവൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. എല്ലാം അവൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അറിഞ്ഞത് വലിയൊരു ദൂതാണ്. കർത്താവ് യേശു മിശിഹാ ഈ ഭൂമുഖത്ത് തൻ്റെ ഉദരത്തിലാണ് ജനിക്കുവാൻ പോകുന്നത്. രക്ഷകനായവൻ, ലോകത്തെ രക്ഷിക്കാനുള്ളവൻ, ഇമ്മാനുവേൽ എന്ന് പറയുന്നവൻ എൻ്റെ ഉദരത്തിലാണ് ജനിച്ചത് എന്ന സത്വാർത്ത അറിഞ്ഞ നിമിഷം മുതൽ ഏറ്റവും കൂടുതൽ അത്യുത്സാഹത്തോടെ അത് പറഞ്ഞു നടക്കേണ്ട വ്യക്തിത്വം ഈ മറിയമെന്ന പരിശുദ്ധ കന്യകമറിയമാണ്. എന്നാൽ അവൾ ആ കേട്ടതിനെ തൻ്റെ ഹൃദയത്തിലേക്ക് സ്വാംശീകരിക്കുകയാണ്. എന്തിനാണ്? ഈ ജനിച്ച വാർത്തയേക്കാൾ വലുതാണ് ഇനി അവൻ്റെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുന്ന കാര്യങ്ങളെന്ന് തിരിച്ചറിഞ്ഞവളാണ് പരിശുദ്ധ അമ്മ. എട്ടുനോമ്പിൻ്റെ 5-ാം ദിനമായ ഇന്ന് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലെ പുണ്യങ്ങൾ ഓരോന്നും നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണല്ലോ ഇന്ന്. നമ്മൾ ഇന്ന് വായിച്ചു കേട്ട തിരുവചന ഭാഗം പരിശുദ്ധനായ ലൂക്കാ എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൽ 15 മുതലുള്ള തിരുവചനങ്ങളാണ്. ഈശോ ജനിച്ചു എന്നറിഞ്ഞുള്ള വാർത്ത കേട്ടറിയുന്ന ഇടയന്മാർ ഏറെ സന്തോഷത്തോടെ കർത്താവ് ജനിച്ച സ്ഥലത്ത് വരികയും ഈശോയെ കണ്ട് സന്തോഷം വാരോളം അവർ പുകഴ്ത്തുകയും ചെയ്തുകൊണ്ട് തിരികെ മടങ്ങുകയും അവർ നൽകിയ വാർത്ത ആ ദേശത്ത് വലിയ അത്ഭുതകരമായ ആശ്ചര്യം ഉളവാക്കുന്ന വിധത്തിൽ വലിയ വാർത്തയാക്കി തീർക്കുകയും ചെയ്തതിന് ശേഷമാണ് ആ ഇടയന്മാർ അവിടുന്ന് യാത്രയാകുന്നത്. എന്നാൽ സത്യത്തിൽ വലിയൊരു കാര്യമാണ് ഭൂമിയുടെ പെരുമാറിൽ നടന്നത്. കർത്താവായ യേശു മിശിഹാ, നസ്രാനായ യേശു ക്രിസ്തു, രക്ഷകനായ ഇമ്മാനുവേൽ ജനിച്ചു എന്നുള്ള സത്വാർത്തയാണ് ഇടയന്മാരിലൂടെ ബേത്ലഹേമിൽ പുകഴ്ത്തപ്പെട്ടത്. എന്നാൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന വിധത്തിൽ സാധാരണ ആളുകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പ്രത്യേകത പരിശുദ്ധ അമ്മയിൽ നിന്ന് നമ്മൾ കാണുകയാണ്. ആരാണ് തങ്ങളുടെ ജീവിതത്തിൽ ഒരു സന്തോഷമുണ്ടായാൽ മറ്റൊരാളോട് പറയാത്തത്? ആരുടെ ജീവിതത്തിലാണെങ്കിലും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരുപാട് പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്ന ഒരു യാഥാർത്ഥ്യം തൻ്റെ ജീവിതത്തിൽ ഉണ്ടായി കഴിയുമ്പോൾ ആ ഉണ്ടാകുന്ന കാര്യം ആരോടെങ്കിലും ഒന്ന് പറഞ്ഞില്ലെങ്കിൽ ഉറക്കം വരികയില്ല. സന്തോഷം കൊണ്ടാണത് പറയുക. തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ലഭിക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യം ലഭിച്ചു എന്നുള്ളത് ദൈവത്തെ ഓർത്ത് നന്ദിയോടെയാണ് വിളിച്ചു പറയുക. അതല്ലെങ്കിൽ രഹസ്യമായെങ്കിലും ചെന്ന് ആരോടെങ്കിലും പറയുക. പരിശുദ്ധ അമ്മയെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെയാണ്. നമ്മൾ സാധാരണ അമ്മമാരാണെങ്കിലും കുടുംബസ്ഥരാണെങ്കിലും ഒക്കെ ചെയ്യുന്നത് ഒരു കാര്യം നമ്മൾ അറിഞ്ഞാൽ അപ്പോഴേ അത് മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള അതിശീഘ്രമായൊരു ഓട്ടം നമുക്കുണ്ടാകും. അതൊന്ന് പറഞ്ഞു തീർത്താൽ മാത്രമാണ് നമുക്ക് സമാധാനം ഉണ്ടാകുകയുള്ളൂ. അത് ഏത് കാര്യമാണെങ്കിലും, വളരെ രഹസ്യാത്മകതയുള്ളൊരു കാര്യമാണെങ്കിലും ഏതെങ്കിലും ഒരു തരത്തിൽ നമ്മൾ അറിഞ്ഞാൽ ആരോട് പറയരുത് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരാളോട് പറയും. ഇതാരും അറിയരുത് കേട്ടോ, ഞാൻ പറഞ്ഞു എന്ന് ആരോട് പറയുകയും ചെയ്യരുത് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ടാണ് രഹസ്യമായി മറ്റൊരാളോട് നമ്മൾ ഈ രഹസ്യം പറയുക. വളരെ നമ്മെ ചിന്തോദ്ദീപകമായി നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു അനുഭവമാണ് മാതാവിൻ്റെ ജീവിതത്തോടെ നമുക്ക് നൽകുക. എല്ലാ സ്ത്രീകളിലും മാതാവ് വ്യത്യസ്തയായി മാറുന്നത് അവിടെയാണ്. ലോകത്തുള്ള സ്ത്രീകളിൽ എല്ലാ കഥാപാത്രങ്ങളെയും എടുത്തു നോക്കുമ്പോൾ തികച്ചും വ്യത്യസ്തമായ ഒരു മനോഭാവത്തിന് ഉടമയായി പരിശുദ്ധ കന്യകമറിയം മാറുന്നത് ഇവിടെയാണ്. അവൾ ചെയ്തത് എന്താണ്? 17-ാമത്തെ തിരുവചനത്തിൽ കാണിച്ചു തരുന്നത്, എല്ലാം അവൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. എല്ലാം അവൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അറിഞ്ഞത് വലിയൊരു ദൂതാണ്. കർത്താവ് യേശു മിശിഹാ ഈ ഭൂമുഖത്ത് തൻ്റെ ഉദരത്തിലാണ് ജനിക്കുവാൻ പോകുന്നത്. രക്ഷകനായവൻ, ലോകത്തെ രക്ഷിക്കാനുള്ളവൻ, ഇമ്മാനുവേൽ എന്ന് പറയുന്നവൻ എൻ്റെ ഉദരത്തിലാണ് ജനിച്ചത് എന്ന സത്വാർത്ത അറിഞ്ഞ നിമിഷം മുതൽ ഏറ്റവും കൂടുതൽ അത്യുത്സാഹത്തോടെ അത് പറഞ്ഞു നടക്കേണ്ട വ്യക്തിത്വം ഈ മറിയമെന്ന
പരിശുദ്ധ കന്യകമറിയമാണ്. എന്നാൽ അവൾ ആ കേട്ടതിനെ തൻ്റെ ഹൃദയത്തിലേക്ക് സ്വാംശീകരിക്കുകയാണ്. എന്തിനാണ്? ഈ ജനിച്ച വാർത്തയേക്കാൾ വലുതാണ് ഇനി അവൻ്റെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുന്ന കാര്യങ്ങളെന്ന് തിരിച്ചറിഞ്ഞവളാണ് പരിശുദ്ധ അമ്മ. ഈശോ ജനിച്ചു എന്നുള്ള വാർത്തയേക്കാൾ ഏറ്റവും പ്രകാശപൂരിതമായ കാര്യം അവൻ്റെ പരസ്യ ജീവിതത്തിലൂടെ അവൻ മുന്നോട്ട് ജീവിക്കാൻ പോകുന്ന നാളുകൾ ഓരോന്നും പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ അവിടുന്ന് എണ്ണമിട്ട് മനസ്സിലാക്കുകയാണ്. കാരണം ജനിച്ചപ്പോൾ ഇത്ര വലിയ മഹാത്മ്യത്തോടെയാണ് ഈ ഭൂലോകം കാണുന്നതെങ്കിൽ അവൻ്റെ പരസ്യ ജീവിതത്തിലൂടെ അവൻ മുന്നോട്ട് പോയി കാണാൻ പോകുന്ന, അവൻ ചെയ്യാൻ പോകുന്ന, അവൻ അനുഭവിക്കാൻ പോകുന്ന കാര്യങ്ങളിലൂടെ ലോകത്തിന് നൽകുവാൻ പോകുന്ന സന്ദേശം ഇതിനും 10 മടങ്ങാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഇത് തിരിച്ചറിയുന്ന പരിശുദ്ധ മാതാവാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം. നമ്മൾ സാധാരണ ചെയ്യുന്നത് ഇങ്ങനെയാണ്. പള്ളിയിലാണെങ്കിലും പുറത്താണെങ്കിലും സ്വന്തം മകൻ്റെയും മകളുടെ ജീവിതത്തിൻ്റെ കാര്യമാണെങ്കിലും മറ്റൊരാളുടെ കാര്യമാണെങ്കിലും അറിഞ്ഞാൽ അപ്പോഴേ പരസ്യമാക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഒരു വ്യത്യസ്തമായ ഒരു കാര്യമായി അതിനെ കണ്ടുകൊണ്ട് ഉടനെ അതിന് പരസ്യം കൊടുക്കുക. മകൻ ജയിച്ചതാണെങ്കിലോ, മകൻ്റെ ഉന്നത വിദ്യാഭ്യാസമാണെങ്കിലോ, മകളുടെ ഒരു ജോലി സാധ്യതയാണോ, എന്തുമായിക്കോട്ടെ, അതറിഞ്ഞാൽ അത് ഏറെ സന്തോഷത്തോടെ പരസ്യമാക്കി ഒരു ലഡു കൊടുക്കണമെന്ന് ഹൃദയത്തിൽ അല്ലെ മനസ്സിൽ ആഗ്രഹിക്കാത്ത ആരാ ഉള്ളേ? എന്നാൽ ആ ഒരു ജയത്തേക്കാൾ ഉന്നതമായിരിക്കണം അവൻ്റെ ജയത്തിലൂടെ ഇനി മുന്നിട്ട് അവൻ ഇറങ്ങിപ്പോകുന്ന മേഖലയിൽ അവൻ നേടിയെടുക്കാൻ പോകുന്ന ആ സ്ഥാനത്തെക്കുറിച്ച്, അവൻ നേടിയെടുക്കാൻ പോകുന്ന ആ യോഗ്യതയെക്കുറിച്ചുള്ള ഉൾബോധമുള്ള ഒരാൾ ഒരിക്കലും ആദ്യം ലഭിച്ച വിജയത്തെ പർവ്വതീകരിക്കുകയില്ല. ശേഷം അവൾ എത്തേണ്ടതായ സ്ഥാനത്തെത്തുമ്പോൾ, അവൻ എത്തിച്ചേരേണ്ടതായ സ്ഥാനങ്ങൾ ഉയരങ്ങളിൽ എത്തിച്ചേരുമ്പോൾ ഇതായിരുന്നു ആ വിജയം കൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞു കൊടുക്കാൻ ആ അമ്മയ്ക്ക് സാധിക്കും, അല്ലെങ്കിൽ ആ അപ്പന് സാധിക്കും. പ്രിയപ്പെട്ട മാതാവ് നമ്മോട് കാണിക്കുന്ന ഈ വലിയ സ്നേഹത്തിൻ്റെ ആ സന്ദേശം ഇതാണ്. ഹൃദയത്തിൽ ആ ജനനത്തെ ഉൾക്കൊള്ളുവാനും ഇനിയും നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇതിനേക്കാൾ വലിയ കാര്യങ്ങളാണെന്ന് ലോകത്തെ പഠിപ്പിക്കുവാനും വേണ്ടിയാണ് പരിശുദ്ധ മാതാവ് അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നുള്ള വചനത്തിലൂടെ നമ്മെ ഇന്ന് ധ്യാനിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് തിരുവോണ ദിവസമാണ്. ഈ 5-ാം തീയതി തിരുവോണത്തിൻ്റെ സന്തോഷം എല്ലാവർക്കും നന്മയായി ഭവിക്കുന്ന ഒരാനന്ദത്തിൻ്റെ, ഒരു കൂട്ടുത്തരവാദിത്വത്തിൻ്റെ, നന്മയുടെ അന്ധകാര വിമുക്തമായ ഒരു ലോകത്തിൻ്റെ, കള്ളവും ചതിയൊന്നും ഇല്ലാത്ത ഒരു ലോകത്തിൻ്റെ മുഖമാണ് ഇന്ന് നമ്മൾ ദർശിച്ചത്. ഇതിൻ്റെ പൂർണ്ണതയാണ് കർത്താവായ യേശു മിശിഹായിലൂടെ ഈ ലോകത്ത് ഉണ്ടായത്. കേവലം ഒരു പ്രാദേശികമായ ഒരു ദേശത്തിൻ്റെ ഉത്സവമായി നമ്മൾ ഓണം ആഘോഷിച്ചെങ്കിൽ ഭൂമുഖം മുഴുവൻ ആനന്ദിക്കുന്ന പ്രകാശത്തിൻ്റെ, ഒരിക്കലും അന്ധകാരം വ്യാപിക്കാത്ത വിധത്തിൽ പ്രകാശപൂരിതമായി ജ്വലിച്ചു നിൽക്കുന്ന, എന്നേക്കുമായി ഉദയസൂര്യനായി നിൽക്കുന്ന കർത്താവ് യേശു മിശിഹായിക്ക് ജന്മം കൊടുത്ത പരിശുദ്ധ മാതാവിൻ്റെ 8 നോമ്പിൽ സംബന്ധിക്കുമ്പോൾ തീഷ്ണതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചതുപോലെ കൊച്ചു കൊച്ചു കാര്യങ്ങളും വലിയ വലിയ കാര്യങ്ങളോ എന്തുമാകട്ടെ അതിനെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് യാത്ര ചെയ്യുവാനും കർത്താവിൻ്റെ മഹത്വം ദർശിക്കുവാനുമുള്ള കൃപ എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ 8 നോമ്പിൻ്റെ അനുഗ്രഹത്തിൽ നമുക്കായിരിക്കാൻ പ്രത്യേകം ഒരുങ്ങാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.